ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രയോഗിക്കുന്നതിന്റെയും സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കുന്നതിന്റെയും സ്വാഭാവികമായി പ്രയോഗിക്കുന്നതിന്റെയും ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതുണ്ട്. അതല്ലേ ഇപ്പം വരുന്നത്. അപ്പൊ ഈ കവികളെ പറ്റി പറയുമ്പോ നമ്മള് രണ്ടാളുടെയും ഒരു സുഹൃത്തുണ്ടല്ലോ, അമ്മുദീപ. അമ്മുനെ പറ്റി പറയുകയാണെങ്കിൽ അമ്മു ഏറ്റവും സ്വാഭാവികമായ കവിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടെ ജീവിക്കുമ്പോഴായാലും എഴുത്ത് വായിക്കുമ്പോഴായാലും വളരെ സ്വാഭാവികമായി കവിത ഉള്ളിൽ തന്നെയുള്ള ഒരാൾ എന്ന് പറയാവുന്ന ഒരാളാണ്. അമ്മുന്റെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്, കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്, കാര്യങ്ങളെ ആവിഷ്കരിക്കുന്ന രീതി, ഭാഷ, ഇതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതില്ല. ഞാൻ വായിക്കുന്നതിൽ ധാരാളം കവിതകൾ വായിക്കുന്നുണ്ടല്ലോ. വേറൊരാൾക്ക് പകരം വെക്കാനില്ലാത്തൊരു കവിയാണ് യഥാർത്ഥത്തിൽ അമ്മുദീപ എന്ന് എനിക്ക് തോന്നിയത്. അല്ല, എനിക്കിപ്പോ തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഒരു മലയാളത്തില് പോസ്റ്റ് ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു കവി അമ്മുവാണെന്ന് എനിക്ക് തോന്നില്ല. അപ്പൊ സാമ്പ്രദായിക ഫെമിനിസത്തിന്റെ ആ ചട്ടക്കൂടുന്ന് പുറത്തു കടന്നില്ലേ, നിരന്തരമായിട്ട് ഇങ്ങനെ സ്വയം ഇരയാണ് എന്ന് വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഇരയാക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ ആകുലതകളും വേദനകളും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു ആഖ്യാനങ്ങൾ ധാരാളം വന്നുപോയി. അതിന്റെ ഫെമിനിസ്റ്റ് സിദ്ധാന്തമൊക്കെ ചർച്ച ചെയ്തു. പിന്നെ സിദ്ധാന്തത്തിന്റെ കവിതയിലേക്ക് വന്നു, നോവലിലേക്ക് വന്നു, എഴുത്തിലേക്ക് വന്നു, ധാരാളം വന്നു. പക്ഷെ ഇനി സ്ത്രീകൾ ആനുഭൂതികമായിട്ടാണ് എഴുതേണ്ടതെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു കുറെ കാലം ആയിട്ട്, കുറെ നാൾ മുമ്പേ. പക്ഷെ ഒരൊറ്റ ഇതിനകത്തും സ്ത്രീകൾ അവർ അനുഭൂതി ആവിഷ്കരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അമ്മുവിന്റെ കവിതയ്ക്കകത്ത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ജീവിച്ചിരിക്കുന്ന ഒരാൾ, കാര്യങ്ങൾ കാണുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്താണ് അനുഭവിക്കുന്നത്, ആണുങ്ങൾ അനുഭൂതിയുടെ കവിതകൾ ധാരാളമായിട്ട് കാലങ്ങളായാലും എഴുതുന്നു. അപ്പോൾ ആ അനുഭൂതിക്കകത്ത് തന്നെ പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ് അമ്മുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഞാൻ കണ്ടത് ഇപ്പൊ മറ്റ് സ്ത്രീകള് കവിത എഴുതുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഒതുങ്ങലുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഞാൻ ഇതിന്റെ മതിലിന് ഇപ്പുറത്തൊന്നാണ് സംസാരിക്കുന്നത്. അമ്മു നേരെ ചാടിക്കേറിയിട്ട് ആണുങ്ങൾ പറയുന്ന പോലെ തന്നെ അതേ സ്ഥലത്തിലും അതേ സന്ദർഭത്തിലും വെച്ചിട്ടല്ലേ പറയുന്നത് അമ്മുവിന്റെ ഓരോ കവിതയും. പിന്നെ ചരിത്രപരമായിട്ടുള്ള പല കവിതകൾക്കും ഒരുമാതിരി ഒരു വിഭ്രാമകമായ സ്വഭാവമുണ്ട്. പക്ഷെ ചെറിയ ഒരു ഭ്രാന്തൻ കവിതകളുണ്ട് അമ്മുവിന്റെ. പക്ഷെ ആ ഭ്രാന്തിനകത്ത് പോലെ ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തിയത് അമ്മുവിന്റെ കവിതകളിൽ. അല്ല, അതൊരു തരം കവിതകൾ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ആണുങ്ങളുടെ കുത്തകയായിരുന്നു ഇപ്പൊ ചരിത്രബോധം, ഇപ്പൊ അനശ്വരതയെ പറ്റിയിട്ടുള്ള ഒരു കവിത ഉണ്ടല്ലോ അമ്മുവിന്റെ കവിത. അപ്പൊ അതിൽ കവിത അനശ്വരമാണെന്നുള്ളതിനെ പരിഹസിച്ചിട്ടാണല്ലോ പറയുന്നത്. ഈ എഴുന്ന കടലാസ് ഇപ്പൊ നാളെ പൊടിഞ്ഞു തുടങ്ങും എന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണം ഉണ്ടല്ലോ. അപ്പൊ കവിത അടക്കം ഒന്നും അനശ്വരമല്ല എന്ന് ഒരു പക്ഷെ മലയാളത്തില് ആദ്യം പറഞ്ഞ ആള് അമ്മുവായിരിക്കും എനിക്ക് തോന്നുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ആൺകവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അത് ആ കാഴ്ച, ആ കവിതയുടെ പേരെന്തായിരുന്നു സർ? പേര് ഇപ്പം കരിങ്കുട്ടി എന്നുള്ള സമാഹാരത്തിലാണ് അനശ്വരത എന്ന് തന്നെയാണ് തോന്നുന്നത്. പൊടിഞ്ഞു പോകണമെന്നുള്ള കാലത്തെ പറ്റി ഗംഭീരമായ ഒരു സങ്കല്പമല്ലേ അത്? അതാണ് അങ്ങനെ എഴുതാൻ കഴിയാന്നുള്ളത്. അതിന്റെ ഭാഷ അങ്ങനെ ഒതുക്കിയിട്ട് അതിനെ ഒട്ടും എന്നാൽ ഒരിക്കലും അതിനകത്ത് അർത്ഥം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. വാക്കുകൾ ഒതുങ്ങുന്നു, പക്ഷെ അർത്ഥം വളരെ വിശാലമാണ്. നമ്മളിത് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പിടികിട്ടുകയും ചെയ്യും പലർക്കും. നമ്മൾ കുറച്ച് ഭാഷയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വായിക്കുന്ന ഒരാൾക്ക് ഇതിന്റെ അർത്ഥം എന്തോന്ന് തേടി പോകേണ്ട കാര്യമില്ല, അതിനകത്തുണ്ടത്. അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, അതിൽ അമ്മുവിന്റെ ആ ഒരു വേവ് ലെങ്ത്തിൽ ചിന്തിക്കണം പലതും. ഇപ്പം വളരെ ഇതായിട്ട് എഴുതിയ മറ്റ് സ്ത്രീകള് പരിഭ്രമിച്ചു. ഇപ്പൊ കമലാദാസൊക്കെ ആണല്ലോ ഇപ്പൊ ലൈംഗികതയെ പറ്റിയൊക്കെ കൂടുതൽ എഴുതിയെന്ന് പറയുന്നത്. ഞാൻ പറയുക അമ്മുവാണ് എഴുതിയെന്ന്. എത്ര കൂടുതൽ പറയാനുണ്ട് സർ. കാരണം അമ്മുവിന്റെ രതി കവിതകൾ വളരെ പ്രധാനപ്പെട്ട കവിതകൾ തന്നെയാണ്. അതെ, ഏറ്റവും മലയാളത്തിൽ വേറൊരു സ്ത്രീയും ഇങ്ങനെ എഴുതിയിട്ടില്ല, എനിക്ക് തോന്നുന്നു എഴുതിയിട്ടില്ല. അല്ല, അതെല്ലാം ബിംബങ്ങളൊക്കെ കണ്ടില്ലേ ഉപയോഗിക്കുന്നത്? വളരെ ഗംഭീരാണ്. ഇപ്പൊ ഒരു കവിത ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഇരിക്കും എന്റെ മുറ്റത്തെ മുരിക്കു പൂത്തു, പടവുകൾ ഓടിക്കേറി, അങ്ങനെ കണ്ടാണ് വരികൾ. പടവുകൾ ഓടിക്കേറി നീ അത് പെറുക്കാൻ വന്നു, ഓരോ തവണ കുനിഞ്ഞു നിവരുമ്പോഴും നിന്റെ മുടിച്ചുരുകൾ മുഖത്ത് വീണ് ചിതറി, എന്റെ മടിക്കുത്ത് നിറഞ്ഞു കവിഞ്ഞു എന്നാണ് കവിത. ഇത് ഗംഭീരമായ രതി കവിതയാണത്. ഈ അനുഭവിക്കുന്ന രതി അതേപോലെ അതങ്ങനെ ആവിഷ്കരിക്കാൻ വേറെ ആൾക്ക് സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കുറെ ബിംബങ്ങളുണ്ട്. ഇപ്പൊ കുപ്പി വേർത്തു ഒരു രണ്ടുപേരി കവിത ഉണ്ട്. പാളം പിന്നെ നിന്റെ വീടിനടുത്തുള്ള അമ്പലക്കുളമാണ് ഞാൻ, നീ വന്ന് ചാടൂ മറിയൂ എന്നൊക്കെ പറഞ്ഞ അവളുടെ രീതിയിൽ പാളം ഭയങ്കരമാണത്. പാളുണ്ട്. പിന്നെ കിളിമുട്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്ത് വന്നേ കരിക്കുട്ടിയിലല്ലേ,
അതൊക്കെ എന്താ വെച്ചാല് ആ രതി ബിംബങ്ങള് യാതൊരു നാട്യവും ഇല്ലാന്നല്ലേ പറയുന്നത്. അതെ അതെ. കമലഹാസനൊക്കെ സത്യത്തില് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്. എന്നിട്ടോ അതെ വേണ്ട പോലെ ആവുന്നുമില്ല. നമ്മൾ അതെ ഏതെടുത്ത് അതെ. നോക്കിയാലും പണ്ടത്തെ മലയാള മാഷന്മാർ ഉരുണ്ട് കളിച്ച പോലെയാണ് പല ആ കവിതയിലും മലയാള ഭാഷ രതി പറയാം. അല്ല അതിൽ മറ്റെടുത്തല്ല ഇപ്പൊ കഥയിൽ എടുത്തു നോക്കിയാൽ ഇപ്പൊ രേഖയെ പോലുള്ള ആൾക്കാർ എഴുതുന്നുണ്ട്. പക്ഷെ അതെ. അതിനൊക്കെ തന്നെ വലിയ പിൻവിളികളുണ്ട്. അതിനെ അതിജീവിച്ചുകൊണ്ട് വേണം എഴുതാം. അവര് അമ്മുവിന് അങ്ങനെ പറയുന്നത് പ്രശ്നമില്ല. രതിയാണ് എന്ന് മനസ്സിലാകുകയും വേണം. ആ എന്നാൽ അവർക്ക് നേരിട്ട് പറയാനും പറ്റില്ല. ആ ആ രീതിയിലാണ് പലരും അല്ല എഴുതുന്നത്. അമ്മുവിന് ആ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ആ പ്രശ്നമില്ല. അമ്മുവിന്റെ എഴുത്തിൽ ആ പ്രശ്നമേ ഇല്ല. ആ എഴുത്തിൽ അതാണ്. അമ്മ വളരെ തുറന്ന ഒരാളാണ്. ആ ആ, ആ ഒരു ഭയങ്ങളും ആവേശിക്കാത്ത ഒരാളാണ് എഴുത്തിൽ അമ്മ. ആ അല്ല അപ്പൊ എന്റെ ഒരു പ്രശ്നം അപ്പൊ അമ്മുവിന് അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാവുന്നില്ല പിന്നെ മലയാള കവിതയിൽ. അതാണ് വലിയ പ്രശ്നം. ഇല്ല ഇല്ല വേറെ ഇല്ല ഏതെങ്കിലും ഇല്ല. ഒരു കവി അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്നുണ്ടോ? സത്യത്തിൽ അതൊരു അമ്മ ആ തരത്തിൽ ധാരയായിട്ട്. വായിക്കപ്പെടുന്നില്ല എന്നും എനിക്ക് പരാതിയുണ്ട്. ഞാൻ തന്നെ എഴുതാൻ വിചാരിച്ച ഒരു കാര്യം ഞാൻ തന്നെ എഴുതിയിട്ടില്ല. അതൊരു സ്വയം വിമർശനവും കൂടിയാണ്. ആ ആ രീതിയിൽ അമ്മ അല്ല അതല്ല വായിക്കപ്പെടണം, അതിപ്പോ നമുക്ക് സാധാരണ എഴുതാൻ സിലബസുകളിലേക്ക് പറ്റണമെന്നില്ലല്ലോ. വരണം എന്നാണ് എന്റെ ആഗ്രഹം. അല്ല നമുക്ക് എഴുതാൻ പറ്റണമെന്നില്ലല്ലോ. അമ്മുവിന്റെ ആ ഒരു പ്രതിഭ ഉണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ അത് പ്രതിഭ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്ന മറ്റു പല കവികളും ഈ സരണിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ അതാണ് അതെ. അത് വലിയൊരു അല്ല, പോരായ്മയല്ലേ മലയാള ഞാനേ കവിതയില്. കവിത എഴുതുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അമ്മുവിന്റെ കവിതകളെ അത്തരത്തിൽ വായിക്കുന്ന പഠനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതുമില്ല എഴുതാൻ അതുമില്ല വിചാരിച്ച പഠനങ്ങളുമില്ല. ഇപ്പൊ ഇപ്പൊ ഞാൻ എസ് ചില ജോസഫ് സാറ് ഒരു ഇന്റർവ്യൂകൾ തവണ കണ്ടു. എഴുതിയതാണ്. ആ, വളരെ ഒരു ചുരുങ്ങിയ ചെറിയൊരു ലേഖനം എഴുതിയിട്ടുണ്ട് എസ് ജോസഫ് സാറ് ആ ആ അമ്മുവിന്റെ കൃതികളെ പറ്റി. അത് പക്ഷെ രതി അതൊക്കെ കവിതകളെ പറ്റി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. കുറച്ച് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്ര അതിന്റെ അകത്തേക്ക് ഇല്ല, കടന്നിട്ടുണ്ട്. ആഴത്തിലേക്ക് പോയിട്ടില്ല. സാറ് തന്നെ അത് പറഞ്ഞു. അത് ആഴത്തിലുള്ള ഒന്നല്ല, ഞാൻ വളരെ ചുരുക്കി എഴുതിയെന്നാണെന്ന് പറഞ്ഞു. പക്ഷെ കുറെ കാര്യങ്ങൾ ആ പരാമർശിച്ചിട്ടുണ്ട്. അത് അല്ല അപ്പൊ അമ്മുവിന്റെ അൻവർ കവിതകളെ. അലിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. ആ ആ അതിലും അമ്മുവിന്റെ ഒരു ചിത്രം കിട്ടുന്നില്ല. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ മൊത്തം കേട്ട് കിട്ടുന്നില്ല, കഴിഞ്ഞാല് കിട്ടുന്നില്ല. ആ അമ്മു കവി ആ എന്നുള്ള നിലയിൽ കിട്ടുന്നില്ല എന്നുള്ളത്. ആ ഇപ്പൊ ഞാൻ അമ്മുവിനെ വായിക്കുന്ന തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 10 വർഷമായി. ആ ആ ആദ്യത്തെ ചില ഒരു 3-4 കവിതകൾ കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞ ഒരു ആരാധകനായി മാറുകയാണ്. തമാശയായിട്ട് കാമുകനാണെന്നൊക്കെ പറയും. അപ്പൊ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആരാധനയ്ക്ക് ഇടവരുത്തുന്നത് അതിന്റെ ഒരു പുതുമയാണ്. മലയാളത്തിൽ അങ്ങനെ വേറെ എടുത്തു കാണിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വ്യത്യസ്തതയാണ് പറയുന്നത്. സർ. ആ വ്യത്യസ്തതയാണ് കവിതയ്ക്ക്, വ്യത്യസ്തതയാണ്. കവിത എങ്ങോട്ട് പോകണം എന്നുള്ളൊരു വഴികാട്ടി കൂടിയാണ്. ആ അല്ല, ഓരോരുത്തരും അവരുടെ വഴിയെ പോകുന്നതാണ് നല്ലത്. പക്ഷെ ഇത് വേറെ വേറെ തന്നെ ഒരു വഴിയാണ് അല്ല അപ്പൊ കവിതയ്ക്ക് ഇനി ഓർക്കാൻ വേറൊന്നും കൂടി കഴിയുന്ന. ഇല്ലേ? എന്തോ ഇപ്പൊ അമ്മുവിനെ കൃത്രിമമായിട്ട് ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ട് ഒരു കവിയാക്കാൻ പറ്റുമോ? കവിതയിൽ കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ഞാൻ ഇല്ല കേട്ടു. ഇല്ല. ആരൊക്കെയോ അങ്ങനെ ഇരിക്കാൻ ഉപദേശിച്ചതായി. പറ്റുന്ന ആളല്ല അമ്മു. അങ്ങനെ കവിതയിൽ ശ്രദ്ധിച്ച് എന്താണ് 24 മണിക്കൂർ കവിയായി തന്നെ ജീവിച്ച് കവിതയിൽ അടയിരിക്കാനൊന്നും പറ്റുന്ന ആളെയല്ല അമ്മു. അമ്മു അങ്ങനെയാണ് കവിയായി സ്വാഭാവികമായിട്ട് മരിച്ചു. എഴുതുന്ന കവിതകൾ ആളുകൾ വായിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അത് അതെ എഫ് ബിയിലാണെങ്കിൽ എഫ് ബിയില്, അല്ല പുറത്താണെങ്കിൽ പുറത്ത്. അമ്മ അല്ല എഴുതുന്നത് ആ സമയത്ത് ആൾക്കാർ വായിക്കട്ടെ. ആ സമയത്ത് അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് അവൾ എഴുതുന്ന സമയത്ത് ഞാൻ ഇപ്പൊ തന്നെ ഇത് പോസ്റ്റ് ചെയ്യണം നമ്മളോട് പറയാറുണ്ട്. കാരണം അത് ആ സമയത്ത് നമ്മൾ വായിക്കേണ്ട കാര്യമായിരിക്കും അവൾ എഴുതുന്നത്. ഇനി അതിനകത്ത് അടയിരുന്ന് കഴിഞ്ഞാൽ അത് നല്ല കവിത ആവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല അതിപ്പം പലരും അങ്ങനെയല്ലേ. ഇപ്പൊ രാജശ്രീ ടീച്ചർ എഴുതിയത് ഇപ്പൊ ഡോക്ടറെ കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഫേസ്ബുക്കില് ഈ സാധനം ടൈപ്പ് ചെയ്തുണ്ടാക്കുന്നത്. പറഞ്ഞല്ലോ അവര് അത് അവര് കയ്യിൽ വെച്ച് മിനുക്കി 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 ഗംഭീരാക്കിയ ആളുണ്ട്, വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ. ഉണ്ട് ഉണ്ട് ഉണ്ട്. പക്ഷെ അതല്ല സന്ദർഭം. ഇതല്ല ആ, അതല്ല സന്ദർഭം. ഈ സന്ദർഭത്തിൽ പറയേണ്ട കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ പറയുക. പിന്നെ അത് അങ്ങനെ വരുന്ന കവിതയെ കൃത്രിമമാക്കാതെ തന്നെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. അത് അമ്മ ഫേസ്ബുക്കിലായാലും ആളുകൾ വായിക്കുന്നുണ്ട്. ഒരുപാട് പേര് അമ്മുവിനെ വായിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ. അല്ല പിന്നെ എന്റെ ഒരു പേടി എന്താന്ന് വെച്ചാല് അമ്മ ഇങ്ങനെ മറ്റു വരിഷ്ഠ കവികളെ പോലെ തന്നെ കവിത എഴുതി 2-3 അവാർഡും വാങ്ങി അവസാനം 21 ആചാര വെടിയോടുകൂടി പിന്നെ ശവസംസ്കാരത്തിന് പോകുമെന്നുള്ളൊരു പേടി. അന്നോട് നിർത്തും അമ്മു കവിത എഴുത്ത്. അവൾക്ക് അവാർഡ് കിട്ടരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല അവാർഡ് കിട്ടരുത്. ആ പിന്നെ ആരുടെയും അവാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ആരുടെ ഉപദേശവും കേൾക്കരുത് എന്നുള്ളതാണ്. അതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഉണ്ടാവുള്ളൂ. തലതൊട്ടപ്പന്മാരെ വെക്കരുതെന്ന് അമ്മനോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കവിത കവിതയിൽ നീ തന്നെ നിന്റെ കർത്താവും ഒക്കെയാണ്. അല്ലാതെ കവിതയിൽ നീ വേറെ ആളുകളെ ഗുരുവായിട്ടും അല്ലെങ്കിൽ അങ്ങനെ തലതൊട്ടപ്പന്മാരായിട്ടൊന്നും കവിതയിൽ ഒരാളെയും കാണേണ്ടതില്ല. അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അമ്മുന്റെ കവിത മാത്രമാണ്. അതിന് ഇനി വേറൊരാളുടെ മിനുക്ക് പണികളുടെ ആവശ്യമില്ല. അല്ല മറ്റൊരാളുടെ കവിത അമ്മുവിന്റെ കവിതയാവില്ലല്ലോ. തിരിച്ചും അമ്മുവിന്റെ കവിത മറ്റൊരാളുടെ കവിതയാവില്ലല്ലോ. അതും ആവില്ല. അതിപ്പോ ഇങ്ങനെ പറയുമ്പോ ധാരാളം ആളുകൾ വേറെയുണ്ട്, ധാരാളം ആളുകൾ എഴുതുന്നുണ്ട്, വ്യത്യസ്തമായ കവിതകൾ വരുന്നുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ പറ്റി നമ്മൾ പറയുന്നു എന്നാണ്. മാത്രല്ല വളരെ വ്യത്യസ്തമാണ് അമ്മുവിന്റെ എഴുത്തും
അല്ല ഇനി നമുക്ക് അമ്മുവിനോട് തന്നെ ചോദിക്കണം. രീതിയാണത്. അത് കവിതയിൽ മാത്രമല്ല, അവളുടെ കാഴ്ചകൾ അങ്ങനെയാണ്. പല നമ്മൾ ഒരുമിച്ച് കാണുന്ന പല കാഴ്ചകളും അമ്മ വ്യാഖ്യാനിക്കുന്ന വേറെ രീതിയിലായിരിക്കും. പിന്നെ നർമ്മം അമ്മുവിന്റെ വളരെ പ്രധാനപ്പെട്ട, കവിതയിൽ നർമ്മം കൊണ്ടുവരാന്നുള്ളത് വലിയ കഴിവാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പോസ്റ്റ് ഫെമിനിസ്റ്റ് കവിതയ്ക്ക് അത് പറ്റുള്ളൂ. ഇപ്പൊ മാർഗരറ്റ് ആറ്റ്വുഡിനെ പോലുള്ള വലിയ എഴുത്തുകാരിക്ക് അത് പറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും ആ ഇര എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് നർമ്മമില്ല, ഒരിക്കലും നർമ്മമില്ല. മാധവിക്കുട്ടിക്ക് നർമ്മം ഉണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും അടിസ്ഥാനപരമായിട്ട് അമ്മ സ്വഭാവത്തിൽ അല്ല, അതുകൊണ്ടാണ് അത് കവിതയിലേക്ക് മാധവിക്കുട്ടിക്ക് നർമ്മം ഉണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചിട്ടില്ലേ? ഉണ്ടായിരുന്നില്ല. നർമ്മമില്ല. നർമ്മം എന്ന് പറഞ്ഞൊരു സാധനമില്ല. അത് മറ്റു പലർക്കും ഉണ്ട്. മറ്റു ചില ചെറിയ വലിയ രേഖ പോലുള്ള എഴുത്തുകാരികൾക്കുണ്ട്. അമ്മില്ലാത്തെത്തുമ്പോ അത് തുറന്നു വിട്ടതാണ്. ഒന്നും ആർക്കും തടയാൻ പറ്റാത്ത തരത്തിലുള്ള നർമ്മമാണ് അത്. നമുക്ക് അമ്മുവിനെ കൂടി കിട്ടണ്ടേ? ഒന്നുമില്ല, വളരെ എന്താണോ അതിനു വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ അത് തന്നെ അങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നുന്ന ഒരു ബഷീർ എഴുതുമ്പോ അങ്ങനെയല്ലേ നമ്മൾക്ക് ചിരി വരുന്നത്. നമ്മള് എന്താണോ നമുക്ക് ഒരാളോട് പറയാൻ തോന്നുന്നത് അത് അതേപോലെ അങ്ങ് പറയുക. ആ രീതി തന്നെയാണ് കവിതയിൽ അമ്മുവിന്റെ ഒരു നർമ്മം ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു. അല്ല, അപ്പൊ നമുക്ക് അമ്മുവിനെ കൂടി ഈ പരിപാടി പങ്കെടുപ്പിക്കണ്ടായിരുന്നില്ലേ? കിട്ടിയില്ല. ഇനി എപ്പോഴെങ്കിലും അമ്മുവിനെ പറയണം. ശരിക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അമ്മുവിനോട് ചോദിക്കേണ്ടത്. ചോദിക്കുക പോലും വേണ്ട, അമ്മ പറയാ എങ്ങനെയാണ് കവിത ഉണ്ടാവുന്നത്, ഞാൻ എന്നുള്ള അമ്മുവിന് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടത് പറഞ്ഞു. ശരിക്കും നമ്മൾ ഈ നാർക്കോ അനാലിസിസ് ഒക്കെ നടത്തുന്ന പോലെ ഒരാള് അമ്മുവിന് അപ്പോഴാണ് ശരിക്കും ആരെയും പേടിക്കാണ്ട് ഇതൊക്കെ അങ്ങോട്ട് പറയാം എങ്ങനെയാണ് കവിത എഴുതുന്നത്, അല്ലേ? അത്രയും അല്ല, ഭയത്തിന്റെ അല്ല സാമ്പ്രദായികമായിട്ടുള്ള സഭയുടെ മുമ്പിൽ നിൽക്കാനാണ് ഒരു അത് തന്നെ പറഞ്ഞത്. സഭയുടെ കൂടെ പിന്നെ പൂർവ്വസൂരികളോടുള്ള അനാവശ്യ ഒരു ബഹുമാനം, അതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മ വേറെ തന്നെയല്ലേ അവിടെ. അങ്ങനെ പൂർവ്വസൂരികളെ അതിന്റെ ആവശ്യം ഒന്നും പറയും. ഓക്കെ, അപ്പൊ അവള് പറയുന്നത് ബഹുമാനമല്ല പ്രേമാണ് എന്ന് പറയാം. അത് വെറുതെ പറയുന്നതല്ലേ? അതാണ്. ആയിരിക്കും ചിലപ്പോ, അല്ലെ? പ്രേമത്തിൽ വിധേയത്വം എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ആ തരത്തിലായിരിക്കും പറയുന്നത്, അല്ലെ? അപ്പൊ അതേതായാലും വേണ്ട അല്ലെ? വിധേയത്വം എന്തായാലും വേണ്ട. പ്രേമം ഉണ്ടായിരുന്നു വേണ്ട, കുഴപ്പമില്ല. അപ്പോളേ നമ്മള് ഇനി ആ നാട്ടുകാരെ വെറുപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറായി. കേൾക്കുമെന്നുള്ള സംശയമാണ്. അത് സംസാരിച്ചോണ്ടിരിക്കും, ആളുകൾക്ക് ഇത് കേൾക്കാൻ കൂടെ വേണം. ഏതായാലും ഞാൻ അന്ന് ആദ്യമായിട്ട് നസീറെ കണ്ടപ്പോ ഇങ്ങനെ നമ്മളൊരു അഭിമുഖം നടത്തുന്നു വിചാരിച്ചില്ല. എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? 2005 9 5 ഡൽഹിക്ക് പോയില്ലേ ഫസ്റ്റ്? അന്ന് ആ ബിനു ഉണ്ടായിരുന്നു കൂടെ. ബിജു കാഞ്ഞങ്ങാട്. അവനിപ്പോ നമ്മുടെ ദേശാഭിമാനിയില് ജോലി ചെയ്യാണ്, കണ്ണൂര്. ശരി. അപ്പൊ ആയിക്കോട്ടെ, വലിയ സന്തോഷമായി. വിദ്യാർത്ഥികളുണ്ടായിരുന്നു പാലയാട് ക്യാമ്പസിലെ കുറച്ച് പാലയാട് ക്യാമ്പസിലെ 3 കുട്ടികള്, 3 പെൺകുട്ടികളും ബിജുവും ഞാനും ഒക്കെ ചേർന്ന് നമ്മൾ 8 ദിവസം അവിടെ അടിച്ചു പൊളിച്ചല്ലേ? കഥ ഏഷ്യയുടെ ഒരു സെമിനാറിനാണല്ലേ നമ്മൾ പങ്കെടുത്തത്. പച്ച പിടിച്ച് വെക്കുന്ന ഓർമ്മയാണ് എപ്പോഴും. അപ്പൊ ശരി, നമുക്ക് ഇനിയും കാണാം. ഇതുപോലുള്ള പരിപാടി എങ്ങനെയാണ് വേണ്ടല്ലേ? വെറുതെ ഒരു ഔപചാരികമായിട്ട് ഇങ്ങനെ അഭിമുഖം നടത്തുന്നതിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും കാണാം, അല്ലേ? ഓക്കെ, ശരി, ഗുഡ് ബൈ.